നമ്മൾ പലരും കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന കഥകളാണ് ടാർസനും മൗഗ്ലിയും. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ. കാട്ടിലെ വന്യതയിൽ ഏകാന്തമായി വസിച്ചിരുന്ന ഇവരുടെ കഥകൾ ഏറെ ത്രസിപ്പിക്കുന്നതായിരുന്നു. കാട്ടിനപ്പുറത്തേക്കുള്ള ലോകം എന്തെന്നറിയാതെ ജീവിച്ച ടാർസനെയും മൗഗ്ലിയെയും പോലെ 40 വർഷം കാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനുണ്ട്. കാർട്ടൂൺ കഥയല്ല, വാൻ ലാങ് എന്ന മനുഷ്യന്റെ കഥയാണ്. വിയറ്റ്നാമിലെ ക്വാങ്ങായ് പ്രവിശ്യയിലാണ് വാൻ ലാങ്ങിന്റെ ജനനം. വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം. US പട്ടാളം വിയറ്റ്നാമിലുടനീളം മനുഷ്യവേട്ട നടത്തിയിരുന്ന കാലം. 1970 ലാങ്ങിന്റെ ഗ്രാമത്തിൽ US യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ലാങ്ങിന്റെ പിതാവ് ഹോവാൻ തെങ്ങും ലാങ്ങും മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. തന്റെ അവശേഷിച്ച മകന്റെ ജീവൻ രക്ഷിക്കാനായി ലാങ്ങിന്റെ പിതാവ് ലാങ്ങുമായി ട്രാബോങ് കാട്ടിലേക്ക് ജീവരക്ഷാർത്ഥം ഒളിച്ചോടി. ഏറുമാടങ്ങളിൽ താമസിച്ചും ചെറുജീവികളെയും പക്ഷികളെയും വേട്ടയാടിയും കാട്ടിനുള്ളിൽ അവർ ജീവിതം തള്ളി നീക്കി. വിയറ്റ്നാം യുദ്ധം അവസാനിച്ച US പട്ടാളം രാജ്യം വിട്ടു. എന്നാൽ ലാങ്ങിന്റെ പിതാവ് കരുതിയത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ട് ഇരുവരും കാട്ടിൽ തന്നെ തുടർന്നു. അങ്ങനെ നീണ്ട 41 വർഷക്കാലം ഇരുവരും കാട്ടിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. 2013 ഒരു കൂട്ടം സഞ്ചാരികളാണ് ലാങ്ങിനെയും പിതാവിനെയും കാട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. തുടരെയുള്ള പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇരുവരെയും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നത്. കാട്ടിൽ നിന്നും ഗ്രാമത്തിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് ലാങ് ആയിരുന്നു. പതിറ്റാണ്ടുകളായി കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് ജീവിച്ചതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ന ലിംഗഭേദമുണ്ടെന്ന് ലാങ്ങിന് അറിയില്ലായിരുന്നു. 2017 വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം പിതാവ് മരണപ്പെട്ടു. അതോടെ ലാങ് ഒറ്റയ്ക്കായി. ആധുനിക സമൂഹവുമായി പൊരുത്തപ്പെടാൻ ലാങ് തീർത്തും പാടുപെട്ടിരുന്നു. ദന്തപ്രശ്നങ്ങൾ, കാഴ്ചക്കുറവ്, പോഷകാഹാരക്കുറവ് എന്നിവയുൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലാങ്ങിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. നഗരജീവിതവുമായി ആദ്യമൊക്കെ പൊരുത്തപ്പെടുവാൻ ലാങ്ങിന് സാധിച്ചിരുന്നില്ല. എന്നാൽ പതിയെ സാധാരണക്കാരന്റെ ജീവിത രീതികൾ ലാങ്ങിൽ സ്വാധീനം ചെലുത്തുവാൻ തുടങ്ങി. പതിയെ മദ്യത്തിനടിമയായി. പുകവലി, വെറ്റില ചവയ്ക്കൽ തുടങ്ങിയ ശീലങ്ങൾ ലാങ്ങിൽ വളർന്നു വന്നു. പതിറ്റാണ്ടുകളുടെ ഒറ്റപ്പെടലിന്റെ ആഘാതത്തിൽ നിന്നും ഉടലെടുത്ത അങ്ങേയറ്റം ആക്രമണാത്മക പെരുമാറ്റം, ക്രമരഹിതമായ കീഴ്വഴക്കങ്ങൾ, ലാങ്ങിന്റെ പെരുമാറ്റം ആകെ മാറിയിരുന്നു. 2021 ലിവർ ക്യാൻസർ ബാധിച്ച ലാങ് മരണപ്പെട്ടു. 40 വർഷത്തെ കാട്ടിലെ ജീവിതം അവസാനിച്ച ലാങ് 8 വർഷം സാധാരണ ജീവിതം നയിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ നഗരജീവിതം ലാങ്ങിനെ സാരമായി ബാധിച്ചിരുന്നു. ഒരു പക്ഷേ കാട്ടിൽ തന്നെ ലാങ് ജീവിതം തുടർന്നിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഇപ്പോഴും റിയൽ ലൈഫ് ടാർസനായി വിയറ്റ്നാമിലെ കാട്ടിൽ ഉണ്ടായിരുന്നേനെ.